കേട്ടോ ഇത് അത് കുഞ്ഞാറ്റ മുടി കുനിച്ചിട്ട് എണ്ണ തേക്കുമായിരുന്നു കേട്ടോ. ഞാൻ അത് നിങ്ങളെയൊക്കെ നാട്ടിൽ അങ്ങനെ ആയിരിക്കും. ഞാൻ ഇപ്പം കാണിക്കാൻ വന്നത് കുഞ്ഞാറ്റ മുടിയിൽ എണ്ണ തേക്കുന്ന മാത്രമല്ല കേട്ടോ. ഇതെൻ്റെ ഇത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇത് കണ്ടോ? ഇത് നമ്മളെ വയലിലൊക്കെ കൃഷി ചെയ്യുന്ന പയറാട്ടോ. ഇത് കണ്ട് ഇതിങ്ങനെ നമ്മൾ ഇതിൽ നിന്ന് ഇങ്ങനെ വരിച്ച് ഊരിയെടുത്തിട്ട് നമ്മളതിൽ പയറെടുക്കും കേട്ടോ. എന്നിട്ട് പയർ നമ്മൾ തേങ്ങയും ഇതൊക്കെ ഇട്ട് ജീരകമൊക്കെ ഇട്ട് നമ്മൾ ഈ ലൈറ്റ് എന്നിട്ട് നമ്മളെ തോരൻ വെക്കും കേട്ടോ. ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതെങ്ങനെയാണ് ഇതാക്കി എടുക്കുന്നതെന്ന്. നമ്മളെ വയലുകളിൽ കൃഷി ചെയ്യുന്നുട്ടോ. വയലെന്ന് പറഞ്ഞാൽ പാടം. നമ്മളിവിടെ അടുത്തൊരു ഇത് കൃഷി ചെയ്തതാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഇങ്ങനെയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഇതാക്കിയിട്ട് ഇതിൽ നിന്ന് എടുക്കാം കേട്ടോ. പയറ് കണ്ടോ ഇങ്ങനെ എടുക്കാം കേട്ടോ. പിന്നെ നിങ്ങളെയൊക്കെ നാട്ടിലൊക്കെ ഇതൊക്കെ ഉണ്ടോ? നിങ്ങളൊക്കെ കഴിക്കാറുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടമാണോ? അതൊക്കെ പറയണം കേട്ടോ. പിന്നെ ഈ പച്ചയായിട്ടുള്ള ഒന്നും ഉണങ്ങി വരുമ്പോഴത്തേക്ക് ഇതും അങ്ങനെ ചെയ്യും. പിന്നെ അല്ലെങ്കിൽ ഇതാ അരിഞ്ഞെടുത്ത് നമുക്ക് തോരൻ വെക്കാം കേട്ടോ. നമ്മളിത് വാളം പയറുണ്ടല്ലോ, അതല്ല കേട്ടോ. ഇത് വാളം പയറല്ലേ. ഇത് നമ്മൾ അല്ലാതെ കൃഷി ചെയ്തെടുക്കുന്ന ഒരു പയർ. ഇത് നമ്മളെല്ലാം വൻപയറുണ്ടല്ലോ, ഈ വൻപയറുണ്ടല്ലോ, വൻപയറിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആട്ടോ ഈ പയറിന്. ഇത് എനിക്ക് ഇന്നലെ കിട്ടിയതാട്ടോ. നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചതല്ല, അല്ലാതെ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറച്ചൊക്കെ ഇതുണ്ട് ഇങ്ങനെ ഇതാക്കി ഇട്ടു. അപ്പം നിങ്ങളൊക്കെ നാട്ടിലൊക്കെ വയലുകളിലൊക്കെ ഈ പയറൊക്കെ കൃഷി ചെയ്യുമോ? നിങ്ങളൊക്കെ ഇതൊക്കെ കഴിക്കുമോ? നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമാണോ എന്നൊക്കെ പറയണം കേട്ടോ. ഞാൻ ഇതിങ്ങനെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വീഡിയോ എടുത്താലോ, നമുക്ക് വീഡിയോ എടുത്തൊന്ന് കാണിച്ചു കൊടുത്താലോ എന്ന് വിചാരിച്ചു കേട്ടോ. ഈ നാട്ടിൻപുറം എന്ന് പറഞ്ഞാണ്ടല്ലോ, നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ഇത്രയും മതിയല്ലോ ഞങ്ങൾക്ക് തോരൻ വയ്ക്കുക. അപ്പോൾ ഇവിടെ ഞാനും ചേട്ടനും മക്കളും മാത്രമല്ലേ ഉള്ളൂ. ഇത് തന്നെ ധാരാളം കേട്ടോ. മറ്റതെല്ലാം ഞാൻ പറക്കി ടേബിളിൻ്റെ പുറത്ത് ഇതാക്കി വെച്ചു കേട്ടോ. അതുപോലെ വയലിലൊക്കെ കൃഷി ചെയ്യുന്ന പയർ, പിന്നെ ചക്ക, അങ്ങനത്തെയൊക്കെ എന്താ പറയുക, കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതലും ചീനി ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മൾ ഒരു വട്ടം ഇവിടുന്ന് ദൂരെ പോയപ്പോഴത്തേക്ക്, അതായത് എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട് കേട്ടോ, അവർ എന്നോട് ഇതേപോലെ പറഞ്ഞിട്ടുണ്ട് ഈ ടൗണുകളിലൊക്കെ ചക്ക, മാങ്ങ, ചീനി ഇതിനൊക്കെ ഭയങ്കര വിലയെന്നാണ് കേട്ടോ പറയുന്നത്. അതായത് കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ എൻ്റെ അല്ല കേട്ടോ, ചേട്ടൻ്റെ കൂടെ ഇതിന് മുമ്പ് ജോലി ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അവർ താമസിക്കുന്നത് ഇവിടെ അല്ല, അവർ ഇവിടെ വാടകയ്ക്ക് ഇപ്പോൾ വന്ന് താമസിക്കുകയാണേ. ജോലിയുടെ കാര്യമൊക്കെ ആയിട്ട് വാടകയ്ക്ക് വന്ന് താമസിക്കാം. അപ്പോൾ അവരിവിടെ ഉള്ളതല്ല കേട്ടോ. അവർ ആ ചേട്ടനൊക്കെ ജനിച്ചു വളർന്നതൊക്കെ പിന്നെ എന്താ അങ്ങ് എറണാകുളം അവിടെ എവിടെയും കണ്ടിട്ടുണ്ട് കേട്ടോ. ടൗൺ എനിക്കറിയത്തില്ല അവരുടെ വീടൊന്നും. അപ്പോൾ അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഇതുപോലെ ഇതിന് മുമ്പ് താമസിച്ച വീട്ടിൽ ചക്കയൊക്കെ ശരിക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെയും ഉണ്ട്, പക്ഷെ ഇവിടുത്തെ നമ്മൾ എടുക്കുന്നില്ല. നമ്മളിതിന് മുമ്പ് താമസിച്ച ഓടിട്ട വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ആർക്കും അവിടുത്തെ ഓണർ വരികയോ ചോദിക്കുകയൊന്നും ചെയ്യത്തില്ല കേട്ടോ. അവിടെ ഒരു മാമനായിരുന്നു, അപ്പോൾ അവർക്ക് പ്രായമുണ്ട്. പിന്നെ അതുമല്ല മാമന് അങ്ങനെ ഒന്നും വേണ്ട. ആ സമയത്ത് ഞങ്ങൾ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഓടിട്ട വീട്ടിൽ, ആ സമയത്ത് അവിടെ എന്തുണ്ടെങ്കിലും നമ്മൾ തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. അങ്ങനെ അവർക്ക് വേണ്ട, അതുകൊണ്ടാണ് നമ്മൾ അവരെ അനുവാദത്തോടെ ആട്ടോ എടുക്കുന്നത്, അല്ല ഒന്നുമല്ല. അപ്പോൾ ഈ പറഞ്ഞോട്ട് അവിടെ നിന്ന് ഞാൻ ശരിക്കും ചക്കയൊക്കെ ഇങ്ങനെ എന്താ പറയുക, ചേട്ടൻ്റെ വൈഫിന്, അതായത് ആ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ചക്കയൊക്കെ. ഇങ്ങനെ അന്നേരം എന്താ പറയുക, ഞങ്ങൾ വരുമ്പോഴത്തേക്ക് കൊടുക്കുമായിരുന്നു കേട്ടോ. ഞാൻ ചക്കയൊക്കെ അടത്ത് കൊടുക്കുമ്പോൾ ഇവർ കൊണ്ടുപോകും. അപ്പോൾ ഇവർ ഭയങ്കര രീതിയിൽ കൊണ്ടുപോകുമ്പോൾ ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കും, സംഭവം എനിക്ക് വലിയ ഒരു ഇഷ്ടമൊന്നും അല്ല കേട്ടോ ചക്കയൊക്കെ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കുഞ്ഞുനാളിലേ അതൊക്കെ തിന്ന് ശീലിച്ചുകൊണ്ട് നമുക്കിതിനൊന്നും ഒരു വലിയൊരു ആഹാരത്തിന് വില കൊടുക്കത്തില്ലെന്നല്ല കേട്ടോ. ആഹാരത്തിന് വില കൊടുക്കും, പക്ഷെ ഇതിനോടൊന്നും നമുക്ക് വലിയൊരു ഇഷ്ടമായിട്ടൊന്നുമില്ല. അപ്പോഴും ഞാനിങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കും, ദൈവമേ ഈ ടൗണുകളിലൊക്കെ കിടക്കുന്ന ആൾക്കാർക്ക് എന്തോരം പൈസ കൊടുത്തായിരിക്കും അവർ ഈ ചക്ക, മാങ്ങ അതൊക്കെ മേടിക്കുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്ക്. അത് കാരണം ഇപ്പോൾ ഈ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ പയറുണ്ടല്ലോ, ഈ പയർ ഇവിടെ കൊണ്ടുവന്ന സമയത്ത് ഞാനിങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചു ഒരു വീഡിയോ എടുക്കാം.
വീഡിയോ എടുത്തിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടോ. നിങ്ങളൊക്കെ ഇങ്ങനെ ഇതൊക്കെ നമ്മളിവിടെ വയലെന്ന് പറഞ്ഞാൽ പാടം, വയലിലൊക്കെ കൃഷി ചെയ്യുന്ന സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ഈ പയറൊക്കെ കൃഷി ചെയ്യും. എന്നിട്ട് ഇതേപോലെ ഉണക്കിയിട്ട് അതിൽ നിന്ന് പിളർന്നെടുത്തിട്ട് വെയിലൊക്കെ കുളിച്ച് ഉണക്കിയിട്ട് പിളർന്നെടുത്തിട്ട് നമ്മൾ ഈ കടയിൽ നിന്ന് വൻപയർ മേടിക്കുമല്ലോ അതിൻ്റെ രീതിയിൽ തന്നെ കേട്ടോ ഇതുണ്ടാക്കുന്നത്. ഇത്തിരി വേവ് കൂടുതലാണ്. നമ്മൾ എന്താ പറയുക, കുക്കറിൽ വേവിച്ചിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് വേവിച്ചിട്ട് പിന്നെ ഇതിനകത്ത് തേങ്ങയും മഞ്ഞപ്പൊടിയും ജീരകവും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് അരപ്പ് ചതച്ച് ഇതിനകത്ത് ഇട്ട് നമ്മൾ കടുകൊക്കെ ഓർത്ത് തോരനായിട്ട് എടുക്കും. നല്ല ടേസ്റ്റാട്ടോ. ഇവിടെ മക്കൾക്ക് ചേട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ നമ്മളെ നാട്ടുംപുറം എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ആഹാര രീതികളൊക്കെ ആട്ടോ കൂടുതലും. നമ്മൾ കടയിലെ ഫുഡൊക്കെ കഴിക്കത്തില്ലെന്നല്ല, എന്നാലും കൂടുതലും ഈ എല്ലാ വീടുകളിലും ദിവസവും മീൻ കറി, പിന്നെന്താ ചീനിയൊക്കെ വെക്കാത്ത ഇപ്പം എന്നെയൊക്കെ പോലെ അപൂർവം വീടുകളിലൊക്കെ ആയിരിക്കും ചീനി. പിന്നെ ഞങ്ങളെ പരവൂരുകാർക്കൊരു ഇതുണ്ട് കേട്ടോ, മിക്ക ദിവസവും എന്നും വീടുകളിൽ മീൻകറിയും ചീനിയും കാണും. എനിക്കതായിരിക്കും ഇങ്ങനെ കഴിച്ചതായതുകൊണ്ട് എനിക്ക് വലിയൊരു പിടുത്തമല്ല കേട്ടോ. പിന്നെ കഴിക്കും, അത്രേ ഉള്ളൂ. ഞാൻ പിന്നെ ഇവിടെ ഇങ്ങനെ വെക്കും അങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞുതരും കേട്ടോ. പക്ഷെ നാട്ടിൻപുറത്ത് കിടക്കുന്ന കുറേ ആൾക്കാർക്ക് അവർ ചിന്തിക്കും, നമുക്ക് നാട്ടിൻപുറമല്ല കേട്ടോ, ടൗണൊക്കെയാണ് പോണതാണ് നല്ലത്, അങ്ങനെയൊക്കെ പോയി താമസിക്കാനായിരിക്കും ഇഷ്ടം. അതേസമയം ഈ ടൗണിൽ ജീവിക്കുന്ന ആൾക്കാർ ചിന്തിക്കും, നാട്ടിൻപുറത്ത് പോയി താമസിക്കുന്ന കേട്ടോ നല്ലത്, നല്ല നല്ല കാഴ്ചകളും വയലും തോടും പുഴ അടിപൊളി കാഴ്ചകളും നല്ല നല്ല നാടൻ ഫുഡുകളൊക്കെ കഴിച്ച് നമുക്ക് നാട്ടിൻപുറത്ത് താമസിക്കുന്നതാണ് ഇഷ്ടമെന്ന് പറയുന്നത്. അത് അങ്ങനെയാണ് കേട്ടോ. ഈ നാട്ടിലുള്ളവർക്ക് ഗൾഫിൽ പോകണതാണ് ഇഷ്ടം, ഗൾഫ് അങ്ങോട്ടുള്ളവർക്ക് ഇങ്ങോട്ട് വരണം. അത് സത്യത്തിൽ അങ്ങനെയാണ് കേട്ടോ. നമ്മളെല്ലാ മനുഷ്യരും അങ്ങനെയാണ്. ഇപ്പം അങ്ങനെയാണ്. അതായത് നാട്ടിൻപുറത്തുള്ളവർക്ക് ഇത്തിരി കൂടിയൊക്കെ ടൗണിലോട്ടൊക്കെ പോയി നല്ലൊരു ജീവിതം ഇഷ്ടമാണ്. അവർക്ക് ടൗണിലുള്ളവർക്ക് നാട്ടിൻപുറമാണ് മിസ് ചെയ്യുന്നതെന്ന് പറയും. അപ്പം ഇതൊക്കെ ഇങ്ങനെ ഓർത്തപ്പോഴത്തേക്ക് എനിക്കിങ്ങനെ ഒരു വീഡിയോയിൽ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് തോന്നി കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത്. പിന്നെ ഡേ മൈ ലൈഫൊക്കെ ഇടാം കേട്ടോ. നിങ്ങൾക്ക് അറിയാമല്ലോ കുറച്ചൊക്കെ വയ്യാതെയൊക്കെ ഇരിക്കുന്നുണ്ടോ. അപ്പോൾ ഇതൊരു തട്ടിക്കൂട്ട് വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഞാൻ ഓരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ പറയുമല്ലോ, അങ്ങനെ അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. നമ്മളെ ഇവിടെ കൂടുതലും എന്താ പറയുക, വെള്ളമൊക്കെ ആയിക്കഴിഞ്ഞാൽ വെള്ളമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ ഞാൻ വീഡിയോസൊക്കെ ഇനി എടുക്കാം കേട്ടോ. ഞാൻ ഇങ്ങനെ പോയി നമ്മളിവിടെ കൂടുതൽ ഈ തോടുകളൊക്കെ ഉണ്ട് കേട്ടോ, തോട്, പിന്നെ എന്താ പറയുക ഒരു ഇതുപോലെ വന്നിട്ട് വെള്ളം ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അവിടെയൊക്കെ പോയിട്ട് പിള്ളേർ വലിയവരൊക്കെ കുളിക്കാനൊക്കെ പോയിട്ട് നല്ല രസമാട്ടോ. വൈകുന്നേരമൊക്കെ ആകുമ്പം അങ്ങനെ പോവുകയും നല്ല രസമാട്ടോ. ഇപ്പം ഞാനൊക്കെ അങ്ങനെ പോകുന്നല്ല, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ ഇപ്പോഴത്തേക്ക് മക്കളെ ഒന്നും അങ്ങനെ വിടത്തില്ലല്ലോ വയലുകളിലൊന്നും കുളിക്കാൻ. ഞാനൊക്കെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങളൊക്കെ പോകുമായിരുന്നു ഇങ്ങനെ. നല്ല രസമാട്ടോ, തുണി കഴുകാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകും. അത് കുറച്ച് മഴയൊക്കെ വന്നിട്ട് വെള്ളമൊക്കെ നല്ല രീതിയിലാവും. അപ്പോഴൊക്കെ ഞാൻ പോയിട്ട് വീഡിയോസൊക്കെ എടുക്കാം കേട്ടോ. ഇങ്ങനെ നല്ല രസമാണ്, അതൊക്കെ കാണാൻ നല്ല രസമാട്ടോ നമ്മളിവിടെ. പിന്നെ നമ്മളിവിടെ പരവൂര് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇച്ചിരി ഉള്ളിലോട്ടായതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ രാവിലെ ഇരുന്നപ്പോൾ ഒരു രസം, ഇതൊക്കെ ഒന്ന് പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഈ പയർ എല്ലാവർക്കും ഇഷ്ടമാണോ, നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടോ, എന്താണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തവരൊക്കെ കയറി സബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ടാറ്റാ.